ആറന്മുള MLA അബിൻ വർക്കി ഉൾപ്പെടെ ഉണ്ട്. MLA ആയ ശേഷമുള്ള ആദ്യ ഓണം ആറന്മുള ക്ഷേത്രത്തിൽ രാവിലെ തന്നെ എത്തിയത് ഞാൻ കണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം ഓണം ഒരു ഉത്സവ കാലമാണ്. സത്യത്തിൽ ഈ രാജ്യത്ത് തന്നെ ഏറ്റവും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഉള്ള ഒരു ഓണക്കാലം ആറന്മുളയിലാണുള്ളത്. ഇപ്പോൾ ഇന്നലെ കാട്ടൂർ ഇല്ലത്ത് നിന്ന് തിരുവോണത്തോണി പുറപ്പെട്ട് ആറന്മുളയപ്പന്റെ തിരുസന്നിധിയിലെത്തി. ഇനി നമ്മുടെ ഉത്രട്ടാതി വള്ളംകളിയുണ്ട്, അതുപോലെ അഷ്ടമി രോഹിണിയുണ്ട്, വള്ളസദ്യകളുണ്ട്. ഇതൊരു ഉത്സവ കാലമാണ്. അപ്പോൾ ഈ ആറന്മുളയപ്പന്റെ ഈ തിരുസന്നിധിയിൽ നിൽക്കുമ്പോൾ ഉള്ള ഒരു വലിയ അനുഗ്രഹപ്രദമായ ഒരു അനുഭവം അത് ഞാൻ അനുഭവിച്ചറിയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. ആറന്മുളയിലെ വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ ഓണം പൂർത്തിയാവുക ആറന്മുള അമ്പലത്തിൽ എത്തുക എന്നതുകൊണ്ടുകൂടിയാണ്. നാട്ടിലേക്കൊന്നും പോകുന്നില്ലേ? ഓണമാണ്. ഇതാണല്ലോ നാട്. അപ്പൊ അതുകൊണ്ട് ആറന്മുള ഈ തിരുവാറന്മുള അപ്പന്റെ തിരുസന്നിധിയിലാണ് ഓണം തുടങ്ങുന്നതും ഓണം അവസാനിക്കുന്നതും. അപ്പോൾ ഇത് എല്ലാവരുടെ ഒരു അഭയ കേന്ദ്രമാണ് സത്യത്തിൽ ഈ തിരുസന്നിധി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഈ ഓണത്തിന്റെ എല്ലാ ആചാരങ്ങളുടെ തുടക്കം ഇവിടെ നിന്നാണ്, ഒടുക്കവും ഇവിടെ നിന്നാണ്. അപ്പോൾ ഇതിനകത്ത് ഇഴുകിച്ചേരുക എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കപ്പെടുന്ന ഒന്നും. അതുകൊണ്ട് ഞാൻ ന്യൂസ് മലയാളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഐശ്വര്യപൂർണമായ സമ്പദ് സമൃദ്ധിയുടെ സ്നേഹത്തിന്റെ 1000 ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. അപ്പോൾ MLAക്ക് ഒപ്പമുള്ള എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. അപ്പോൾ ഇതാണ് ആറന്മുളക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം. ഈ ആറന്മുള ക്ഷേത്രത്തിൽ എത്തുക എന്നതാണ്. രാവിലെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്ക് ഈ ആറന്മുള ക്ഷേത്രത്തിൽ ഉണ്ട്. തിരുവോണത്തോണി എത്തുന്നത് നേരിട്ട് കാണുക എന്നത് തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ക്യാമറാമാൻ CR ജറിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം.